നമ്മുടെ നാട്ടിൽ എസ് എഫ് ഐക്കാർ ഡി വൈ എഫ് ഐക്കാരൊക്കെ നിരന്തരം ഇപ്പോഴും ആലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗാനം ഒരല്പം മാറ്റി പാടിയാൽ അവരെന്നോട് കയർക്കുകയില്ല, വഴക്കിന് വരികയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കെ സി യെ അറിയാമോ, ഞങ്ങളുടെ കെ സി യെ അറിയാമോ, കെ സി യെ അറിയാമോ, ഭാവി മുഖ്യനെ അറിയാമോ. ഞാൻ പറയാൻ വന്നത് നമ്മുടെ മഹാനായ കെ സി വേണുഗോപാലിനെ കുറിച്ചാണ്. കെ സി വേണുഗോപാലായിരിക്കും അടുത്ത കേരള മുഖ്യമന്ത്രി എന്ന ഒരു നറേറ്റീവ് കേരള സംസ്ഥാനത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നുണ്ട്. പല കോൺഗ്രസ്സുകാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, പലർക്കും അത് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ അധികം പേരും ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് കാണാനാണ്. അതല്ല, അല്പം കൂടി ഇരുത്തം വന്നൊരാൾ വേണം എന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പേരാണ് അവരുടെ നാവിൻ തുമ്പിലുള്ളത്. കോൺഗ്രസ്സുകാർ പൊതുവിലും നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിക്കാർ വിശേഷിച്ചും ഈ കെ സി വേണുഗോപാലിനെ ഇഷ്ടപ്പെടുന്നവരല്ല, താല്പര്യപ്പെടുന്നവരല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി സതീശനായിരിക്കണം, അല്ല രമേശായിരിക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇനി സണ്ണി ജോസഫ് മുഖ്യമന്ത്രി ആകണം എന്ന് പറയുന്നവർ പോലും, അല്ലെങ്കിൽ അത്ര മാത്രം ആളുകളെങ്കിലും കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് മരിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടില്ല. കെ സി വേണുഗോപാലിൻ്റെ പല സുഹൃത്തുക്കളോ കൈമണിക്കാരോ സിൽബന്ദികളോ പെട്ടിപിടുത്തക്കാരൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാവും. എറണാകുളത്ത് ദീപ്തി മേരി വർഗീസ് എന്ന് പറഞ്ഞൊരു ധീര നേതാവ് കെ സി ഒരു യോഗ്യനാണ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കേട്ടു. അങ്ങനെ ചിലർക്കൊക്കെ ഈ അഭിപ്രായം ഉണ്ടാവും. പിന്നെ നമ്മുടെ മഹാനായ കെ സുധാകരൻ, മുൻ കെ പി സി സി പ്രസിഡൻറ്റ്, കെ സി വേണുഗോപാലിനെ അങ്ങനെ ആകാശത്തോളം പുകഴ്ത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് കേട്ടു. അത് സുധാകരൻ ഇട്ടതല്ല, സുധാകരൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന വേറെ ഏതോ കൈമണിക്കാരൻ ചെയ്ത പണിയാണ്. അല്ലാതെ കെ സുധാകരൻ സ്വബോധത്തോടുകൂടി അങ്ങനെ ഒരു സാധനം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തുവാട്ടെ, അപ്പോൾ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആദരിക്കുന്ന ഒരു സൂക്ഷ്മ ന്യൂനപക്ഷമേ നമ്മുടെ നാട്ടിലുള്ളൂ. കെ സി വേണുഗോപാൽ നേരത്തെ കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. അങ്ങനെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയത്. അന്ന് വേണു ലീഡർ കെ കരുണാകരൻ്റെ കാൽക്കൽ നമസ്കരിച്ചതും ആ നമസ്കാരത്തിൽ കിടന്നുകൊണ്ട് പുള്ളി കരുണാകരൻ്റെ കാലുവാരിയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കോൺഗ്രസ്സുകാർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അന്ന് കരുണാകരൻ്റെ സിൽബന്തിയായിട്ട് ലീഡറെ എന്ന് വിളിച്ചുകൊണ്ട് കിടന്ന് വേണുഗോപാൽ വളരെ പെട്ടെന്ന് തിരുത്തൽവാദിയാകും, ലീഡർ തള്ളിപ്പറയും. പിന്നീട് അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുകയും ജയിക്കുകയും ആൻ്റണിയുടെ മന്ത്രിസഭ രാജിവെച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ കുറച്ചു കാലം കേരളത്തിൽ മന്ത്രിയായിട്ടിരുന്നു. അതിനിടയ്ക്ക് രാജേഷ് ദിവാൻ എന്നൊരു പോലീസുകാരൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി അയാളുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിച്ചതൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഓർമ്മയുള്ള ആളുകൾ ഇപ്പോഴും ആലപ്പുഴയിലുണ്ടാവും. അത് കഴിഞ്ഞ് ഇദ്ദേഹം പിന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു, ജയിച്ചു. ആ സമയത്താണ് നമ്മുടെ NSS ജനറൽ സെക്രട്ടറി നമ്മുടെ നാരായണ പണിക്കർ, സുകുമാരൻ നായരല്ല, PK നാരായണ പണിക്കർ പത്രസമ്മേളനം നടത്തി ശശി തരൂരിനെ മന്ത്രിയാക്കിയത് ശരിയല്ല, അയാൾ ഡൽഹി നായരാണ്, കരയോഗ നായരല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കരയോഗ നായർ ആരായിരിക്കും? പീതാംബരക്കുറുപ്പായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, ഈ കരയോഗം നായന്മാരും ആഗ്രഹിച്ചത് കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായി കാണണം എന്നാണ്. എന്നാൽ വേണ്ടത്ര കാര്യവിവരമില്ലാത്ത മൻമോഹൻ സിംഗ് സോണിയാഗാന്ധി കൂടി മന്ത്രിയാക്കിയത് നമ്മുടെ ശശി തരൂരിനായിരുന്നു. പിന്നീടാണ് വേണുവിൻ്റെ സർവ്വതോമുഖമായ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിലെടുത്ത്. അവിടെയും പുള്ളിക്ക് വളരെ കുറച്ച് സമയമേ കിട്ടിയുള്ളൂ. പിന്നീടും അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ജയിച്ചു. പിന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായിട്ട് മാറി. രാഹുൽ ഗാന്ധി കാലത്ത് ദോശ കഴിക്കണോ ഇഡ്ഡലി കഴിക്കണോ എന്നുള്ളവരെ വേണു തീരുമാനിക്കുന്ന നിലയിലെത്തി. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ വേറെ ആളുകളുണ്ട്, ജനറൽ സെക്രട്ടറിമാരും വേറെ ഉണ്ട്. പക്ഷേ വേണുവിനെ പോലെ വേണു മാത്രമേ ഉള്ളൂ. വേണു എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡാണ്, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ വേണുവാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ ഹൈക്കമാൻഡായി മാറിയ വേണുഗോപാൽ ഇനി കേരള മുഖ്യമന്ത്രിയായിട്ട് ലാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വിരോധികൾ പറയുന്നത്. ഇദ്ദേഹം ഇരിക്കൂർ മണ്ഡലത്തിൽ മത്സരിച്ച് പിന്നീട് MLA ആവുന്നതായിരിക്കും. അപ്പോൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ പിന്നെ ഹരഹരോ ഹര എന്ന് പറഞ്ഞ് കാവടി എടുത്ത് പഴനിക്ക് കൊണ്ടായിട്ട് വരും. ഇതാണിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ ജയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ആരാവണം, എക്സൈസ് മന്ത്രി ആരാവണം എന്നൊക്കെ അവരെ തീരുമാനിക്കുക. നമ്മളതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഞാൻ പറയാൻ വന്നത് ഈ പറയുന്ന ഒരു കുറ്റബോധത്തോട്ടാണ്. ഞാനിപ്പോൾ ഇത്തരം വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞില്ല, ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷേ എനിക്കറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ചില ആരാധകർ അടിച്ചിറക്കിയ നോട്ടീസ് കണ്ടപ്പോഴും മനസ്സിലായത്.
അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാൽ വലിയ പങ്ക് വഹിച്ചു. അത് ചെറിയ പങ്കല്ല. രമേശ് ചെന്നിത്തല വഹിച്ച പങ്കല്ല, സണ്ണി ജോസഫ് വഹിച്ച പങ്കുമല്ല. വി.ഡി. സതീശൻ വഹിച്ച പങ്കിനേക്കാളും വലിയ പങ്ക് ഇദ്ദേഹം വഹിച്ചു. അതെന്താ വെച്ചാൽ ഒരുപാട് നേരത്തെ തന്നെ സർവേ നടത്തി ഓരോ മണ്ഡലത്തിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ഇദ്ദേഹം കണ്ടുപിടിച്ചു. ഇദ്ദേഹം കണ്ടുപിടിച്ചവരാണ് ഇത്തവണത്തെ പുതുമുഖ സ്ഥാനാർത്ഥികൾ നല്ലൊരു പങ്ക്. അവരിൽ നിന്ന് പുള്ളി ചില വിഹിതം ഈടാക്കിയെന്ന് ചില കുബുദ്ധികൾ പറയുന്നുണ്ട്, അതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ അദ്ദേഹം സ്ഥാനാർത്ഥികളെ കണ്ടെത്തി, അവർക്ക് മണ്ഡലങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു. അങ്ങനെ ഈ പഴകുളം മധുവിനെ പോലെ ഒക്കെ ഉള്ള സ്ഥാനാർത്ഥികൾ വന്നു. ആ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ജയസാധ്യത ഇല്ലാത്ത ആളുകളെ ഫീൽഡ് ചെയ്യുന്ന പോലുള്ള ചില തമാശകളൊക്കെ ഇതിനിടയ്ക്ക് അരങ്ങേറി. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികളെ കണ്ടെത്തി. പിന്നെ ഇദ്ദേഹം 18 ദിവസം 18 ദിവസം കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് 60ഓളം മണ്ഡലങ്ങളിൽ പോയി പ്രസംഗിച്ചു. 60 മണ്ഡലത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകളാണ് തടിച്ചു കൂടിയത്. അദ്ദേഹം പറഞ്ഞ ഓരോ വാചകത്തിനും നിർത്താത്ത കയ്യടിയായിരുന്നു. അങ്ങനെ കൈയടിച്ച് ശക്തി നേടിയതാണ് ഇന്നത്തെ UDF. പിന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി. കേന്ദ്രത്തിൽ നിന്ന് പല നേതാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. രൺദീപ് സിംഗ് സുർജേവാല. ഈ സുർജേവാല ചാലക്കുടിയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ ആ ഒറ്റ പ്രസംഗം കൊണ്ട് കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു. ഇനിയിപ്പോൾ അവിടെ പെട്ടി തുറക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുകയാണ്. അതുപോലെ UP യിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, പശ്ചിമ ബംഗാളിൽ നിന്നൊക്കെ ഒരുപാട് ദേശീയ നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഈ കരുനാഗപ്പള്ളിയിലും സുൽത്താൻ ബത്തേരിയിലും കോഴിക്കോട് നോർത്തിലും സൗത്തിലും എറണാകുളത്ത് തൃക്കാക്കരയിലൊക്കെ പ്രസംഗിപ്പിച്ചു. ഈ ഗോസായിമാരുടെ പ്രസംഗം ഇല്ലായിരുന്നെങ്കിൽ UDFന് ഭൂരിപക്ഷമേ കിട്ടുമായിരുന്നില്ല. UDF തോറ്റു തന്നെ. ഗോസായിമാരില്ലാഞ്ഞുകൊണ്ടുള്ള കഴിഞ്ഞ തവണ തോറ്റുപോയത്. ഗോസായിമാരുള്ളതുകൊണ്ടാണ് ഇത്തവണ ജയിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പാർട്ടിയുടെ വിജയത്തിന് വലിയ പങ്ക് വഹിച്ച ആളാണ് ശ്രീമാൻ കെ.സി. വേണുഗോപാൽ. മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തോളം അർഹത വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കേരള മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ സർവേ നടത്തലും പിന്നെ 10,000 പങ്കെടുക്കുന്ന വമ്പിച്ച പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കലും അത് കഴിഞ്ഞ് ഇതുപോലെയുള്ള ഉടായിപ്പ് നോട്ടീസുകൾ അടിച്ചിറക്കലുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ വേണു വഹിച്ച പങ്കിനെക്കുറിച്ച് കൂടുതൽ ബോധവാനായി. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ബോധവാന്മാരാകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പെട്ടെന്നൊരു ദിവസം കെ.സി. വേണുഗോപാൽ കേരള മുഖ്യമന്ത്രി എന്ന വാർത്ത പത്രത്തിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ TV ചാനലിൽ എഴുതി കാണിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോരുത്. കാരണം അങ്ങനെയൊക്കെ ഞെട്ടാനുള്ള പ്രായം നമുക്ക് മിക്കവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മളെല്ലാവരും മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുക. മെയ് 4-ാം തീയതി വൈകുന്നേരം വോട്ടെണ്ണി തീരും. 5-ാം തീയതി മിക്കവാറും ഇദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ ശ്രീ വേണുഗോപാലിൻ്റെ എല്ലാ ഭാവുകളും ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഈ റോമിൻ്റെ ചരിത്രത്തിൽ അഗസ്റ്റസ് സീസറിൻ്റെ ഭരണം പോലെ, ഏതൻസിൽ പെരിക്ലിസിൻ്റെ ഭരണം പോലെ കേരളത്തിൽ നമുക്കൊന്നും പറയാനില്ല, മഹാബലിയുടെ ഭരണം പോലെ എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കേരള മഹാബലിയായിട്ട് വേണുഗോപാൽ ഉയർന്നു വരട്ടെ എന്ന ആശംസയോടെ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ബാക്കി അടുത്ത ഘട്ടത്തിൽ.